ഈ അമ്മ എന്ന് പറഞ്ഞ പടം ഡബിൾ വെർഷനിലെടുത്തു. അതിന് 10 ലക്ഷം രൂപയോളം ചിലവാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിന്. ശരി. വലിയ മെച്ചം കിട്ടിയില്ല, ദോഷമില്ല, വലിയ മെച്ചം കിട്ടിയില്ല. അതിനുശേഷം ആശാദീപ് എന്ന് പറഞ്ഞൊരു പടം വെച്ചു. ആശാദീപം. അതിൽ സത്യൻ, പത്മിനി, ജമിനി ഗണേശൻ ആദ്യമായിട്ട് മലയാളത്തിൽ അഭിനയിക്കുന്നത് ആ പടത്തിലാണ്. ബി ആർ പന്തലു, ഇങ്ങനെ ബി ആർ പന്തലു ഒരു പ്രൊഡ്യൂസറാണ്. അവരൊക്കെ ആ പടത്തിൽ അഭിനയിച്ചു. അത് ഡബിൾ വെർഷൻ. അതും തമിഴിലും മലയാളത്തിലും നിർമ്മിച്ചു. ആ പടത്തിൽ 2 ലക്ഷം രൂപ നഷ്ടമുണ്ട്. 1950 പ്രൊഡക്ഷൻ തുടങ്ങുന്നുണ്ടെങ്കിലും 51 ആദ്യത്തെ പടം റിലീസായത് അമ്മ. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ പടം ആശാദീപം 1952. ആ പടം വിചാരിച്ചമാതിരി പോയില്ല. ആശാദീപം വിചാരിച്ചമാതിരി പോയില്ല. അപ്പോൾ ഫൈനാൻസൊക്കെ ബാക്കൗട്ട് ചെയ്തു. ഞാനൊരു പ്രതിസന്ധിയിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഫൈനാൻസ് വേണ്ട, എനിക്ക് പടം പിടിക്കാൻ ഫൈനാൻസ് വേണ്ട, നിങ്ങൾ ആരുടെയും ഫൈനാൻസ് ഇല്ലാണ്ട് തന്നെ ഞാനൊന്ന് സ്ട്രഗിൾ ചെയ്ത് നോക്കട്ടെ. നേരെ ഞാൻ മദ്രാസിൽ പോയി. അതേ സത്യൻ, അതേ പത്മിനി, കൊട്ടാരക്കര ശ്രീനായർ, ഇവരൊക്കെ അഭിനയിച്ചൊരു പടം നിർമ്മിച്ച് 1,50,000 രൂപയാണ് അതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. സ്നേഹിസിപ്പം വഞ്ചന കിറുക്ക് പിടിപ്പിച്ച ഒരു പിശാചാണ് ഞാൻ. എടീ, നിനക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ ആരാണെന്ന്? നിന്റെയും നിന്റെ കുട്ടിയുടെയും ഭാവിക്ക് വേണ്ടി കുന്നും മലയും കടലും കടന്ന് ബർമായുദ്ധ ഭൂമിയിലേക്ക് പോയ ഒരു ഭർത്താവിനെ പറ്റി നിനക്ക് വല്ല ഓർമ്മയുമുണ്ടോ? ജോണി, വെയിലത്ത് വെച്ചാൽ വാടിപ്പോകും, ചൂടേറ്റാൽ ഉരുകിപ്പോകും എന്ന് പേടിച്ച് നിന്റെ തണലിന് വേണ്ടി ജീവൻ പോലും ബലിയർപ്പിക്കാൻ സന്നദ്ധനായിരുന്ന ഒരു ഭർത്താവ്. അഭിമാനഭംഗത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ ഫാക്ടറിയിൽ ചക്രം കറക്കാൻ പോലും സന്നദ്ധനായിരുന്ന ഒരു ഭർത്താവ്. ആ നിർഭാഗ്യവാൻ ജീവന്റെ ജീവനായ ഭാര്യയെയും കുട്ടിയെയും ഒരു നോക്ക് കാണുന്നതിന് ഓടി വന്നിരിക്കുകയാണ്. ജോണി, ശബ്ദിച്ചു പോകരുത്. എടാ വഞ്ചക, നീയാണോടാ ഒരു സ്നേഹിതൻ? ഏതൊരുവനെ എന്റെ ഭാര്യയുടെയും കുട്ടിയുടെയും അടുക്കൽ ദൈവദൂതനെ പോലെ വിശ്വസിച്ചുവോ, ആ സ്നേഹിതനാണോ നീ? സ്നേഹം, ആ സ്നേഹം എന്താണെന്ന് എനിക്ക് കൂടി ഒന്ന് മനസ്സിലാകണം. സ്നേഹമുള്ള ഒരു ഭർത്താവ് എന്തായിരിക്കണമെന്ന് എനിക്കും കുറച്ചറിയാം. എന്നെ പരീക്ഷിക്കാൻ വേണ്ടി ഒളിച്ചിരിക്കുകയായിരുന്നു അല്ലേ? മതി. ആ ഭാര്യയ്ക്കും കുട്ടിക്കും വേണ്ടി കാണിച്ച ത്യാഗം എനിക്കറിയാം. മരിച്ചു എന്ന് കള്ളവാർത്ത പ്രചരിപ്പിച്ചിട്ട് പോലും കണ്ണുനീരോടുകൂടി 3 കൊല്ലം കാത്തിരുന്നവളാണ് ഞാൻ. പടം വളരെ സക്സസ് ആയി. 1954 അന്ന് മറ്റേ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് അവാർഡൊക്കെ നിർണ്ണയിച്ചത് 54 ഇന്ന് നീലക്കുയിലിന് ആൾ ഇന്ത്യ അവാർഡ് കിട്ടിയപ്പോൾ ഇത് സ്നേഹസീമയ്ക്ക് കേരളത്തിലെ അവാർഡ് കിട്ടി, മലയാളത്തിലെ അവാർഡ് കിട്ടി. അങ്ങനെ 54 ശേഷം ആ പടം നന്നായിട്ട് പോയി. മോഹൻ സൈഗാൾ എന്ന് പറഞ്ഞ വലിയൊരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. അയാളുടെ ലജ്വന്തി എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു, ലാജ്വന്തി. അത് നന്നായിട്ട് പോയി. അതിൻ്റെ സ്റ്റോറി റേറ്റ് വാങ്ങി 20,000 രൂപ കൊടുത്ത് സ്റ്റോറി റേറ്റ് കൊടുത്ത് മദ്രാസിൽ ശിവാജിയെ മറ്റുള്ളവരൊക്കെ വെച്ചിട്ട് ഡയറക്ഷൻ ചെയ്തുകൊണ്ടിരുന്ന യോഗാനന്ദ്, അന്ന് നല്ല പേരിൽ തെലുങ്ക് ഡയറക്ടർ, അങ്ങനെ ബുക്ക് ചെയ്തു. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് മിനിസ്റ്ററായിരുന്ന മാരൻ ഉണ്ടല്ലോ, മുരശലി മാരൻ, അങ്ങോട്ടാണ് ഡയലോഗ് എഴുതുന്നത്. ഡയലോഗ് സ്ക്രിപ്റ്റൊക്കെ അങ്ങോട്ടാണ്. കണ്ണദാസൻ മ്യൂസിക്, മഹാദേവൻ മ്യൂസിക്, കണ്ണദാസൻ ലിറിക്സ്. ഇതിക്കുള്ളിൽ എന്ത് വേണം ഒരു പടം സക്സസ് ആവാൻ ഒക്കെ ചെയ്യും. ഓർക്കും പടം തുടങ്ങാൻ ഞാൻ പിന്നെ വേറൊരു ഫൈനാൻസിന് കുറച്ച് രൂപ ചെട്ടിയാർക്കിനെ കടം പിടിച്ച് അങ്ങനെയൊക്കെയാണ് തുടങ്ങിയത്. അപ്പം ഞാൻ വിചാരിച്ചു ഇവരൊക്കെ ഉണ്ടല്ലോ. നാഗേശ്വർ റാവു, അഞ്ജലിയാണ് ഹീറോയിൻ. പടം പകുതി മുക്കാലായിട്ട് ആരും വാങ്ങിക്കാൻ വരുന്നില്ല. എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, സാർ ചിത്രം നിർമ്മിക്കുന്നത് ഒരു മലയാളി, കഥ ഹിന്ദിക്കാരൻ്റെ, ഡയറക്ഷൻ തെലുങ്കൻ, അഭിനയിക്കുന്നത് നാഗേശ്വർ റാവു, അഞ്ജലി തെലുങ്ക്. ഇത് സാർ തെലുങ്ക് പടം എടുത്തിട്ട് തമിഴ് ഡബ് ചെയ്ത മാതിരിയാണ് ഞങ്ങൾക്ക് വ്യൂ ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഡബ്ബിംഗ് റേറ്റിനെ വാങ്ങിക്കാൻ കൂടും. രൂപ 8.25 ലക്ഷം രൂപ 9 ലക്ഷം രൂപ ചിലവാണ്. അവർക്ക് ആ പടം 4.5 ലക്ഷം രൂപയ്ക്ക് വിൽക്കേണ്ടി വന്നു എനിക്ക്. തമിഴ് റിലീസിന് വിൽക്കേണ്ടി വന്നു എനിക്ക് 4.5 ലക്ഷം രൂപയ്ക്ക്.
കൊടുക്ക 4 ലക്ഷം രൂപ ആ ഒറ്റ പടത്തിൽ കടത്തിലായി. ആ കടത്തിൽ അന്ന് തുടങ്ങിയ കടം പിന്നെ ശരി. മലയാളത്തിൽ 30-35 പടം വരെ നിർമ്മിക്കുന്നത് വരെ ആ കടം നീണ്ടു നിന്നു. കാരണം പലിശ നീണ്ടു നിന്നു. അങ്ങനെ സ്നേഹം അത് വളരെ പൊട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു, തമിഴിൽ ചൊല്ലുണ്ട്, പോന മച്ചാൻ തിരുമ്പി വന്താൻ എന്ന് പറഞ്ഞ മതി. ഞാൻ തിരിച്ചു വന്നു. ശേഷം ഞാൻ വിചാരിച്ചു, നമുക്ക് 10 ലക്ഷത്തിനും 9 ലക്ഷത്തിനും പടം പിടിച്ചതിന് ശേഷം സ്നേഹസീമെന്ന് പറഞ്ഞൊരു പടം 1.5 ലക്ഷം രൂപയ്ക്ക് പിടിക്കാൻ സാധിച്ചല്ലോ. അപ്പോൾ നമുക്ക് ലോ ബഡ്ജറ്റ് തന്നെ ഒന്ന് ട്രൈ ചെയ്യാം. ഇനി നമുക്ക് ആ പോളിസി അഡോപ്റ്റ് ചെയ്താൽ മതി എന്നും പറഞ്ഞ് ഞാൻ ഉടനെ കൃഷ്ണൻ നായർ ഡയറക്ടർ, വേർപ്പിൻ്റെ വില. വണ്ടിയെ കയറിയിട്ട് കൂലി കൊടുത്തില്ല, പിന്നെ ഇതിന് അങ്ങനെ കൊടുക്കല്ലേ. അപ്പഴേ ഈ സാധനം അല്ലേ ആശാനെ, ആശാൻ എന്റെ തന്തയുടെ പ്രായം ഉണ്ടല്ലോ, അല്ലേ ഞാൻ കാശ് മേടിച്ചാനെ. ഒരു കാര്യം തന്തയാണെന്ന് വെച്ചോ.